എല്ലാവർക്കും വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചും അതിലെ റൂളിനെ കുറിച്ചുമാണ് 1969 കേട്ടോ. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എടുക്കുന്നത്. എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര റൂൾസ് ഉണ്ട്, എപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നോക്കാം. KCS Act published in the official gazette on 12/5/1969. എന്താ പറയുന്നത്? 1969 മെയ് 12 എന്ത് ഒഫീഷ്യൽ ഗസറ്റിൽ വന്നത് അല്ലേ, പബ്ലിഷ് ചെയ്തത് എന്ത്? KCS Act. KCS Act published in the official gazette on 12/5/1969 അല്ലേ. ഇനി അതേപോലെ ആക്ട് came into force 15/5/1969. 3 ദിവസത്തെ വ്യത്യാസമുള്ളൂ. അത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് 15/5/1969 അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 12/5/1969 കേട്ടോ. KCS Act enacted in the year 19th year of Republic of India. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ 19th ഇയറിലാണ് എന്ത് ചെയ്തത്? എനാക്ട് ചെയ്തത് അല്ലേ. എനാക്റ്റഡ് ഇൻ ദ 19th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ആക്ട് നമ്പർ 21 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. KCS Act 1969 അറിയപ്പെടുന്നത് ആക്ട് നമ്പർ 21 എന്നാണ് കേട്ടോ. ടോട്ടൽ ഇതിൽ 110 സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ആക്ടിൻ്റെ അകത്ത് 16 ചാപ്റ്ററുകളായിട്ടാണുള്ളത്. 16 ചാപ്റ്റേഴ്സ് കേട്ടോ. KCS Act എനാക്റ്റഡ് ബൈ ലെജിസ്ലേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? KCS Act എനാക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി KCS Act ഈസ് നോൺ ആസ് സ്കെൽട്ടൺ ഓഫ് ലോ ഓർ ജിസ്റ്റ് ഓഫ് ലോ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സ്കെൽട്ടൺ ഓഫ് ലോ അല്ലെങ്കിൽ ജിസ്റ്റ് ഓഫ് ലോ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ആക്ട് ഈസ് പവർഫുൾ ദാൻ റൂൾ. ആക്ട് എന്ന് പറയുന്നത് റൂളിനേക്കാളും പവർഫുൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഇയർ ഓർത്തിരിക്കാൻ 1969 മെയ് 12 വന്നത്. പിന്നെ അത് എന്ത് ചെയ്തു? കെയിം ഇൻ ടു ഫോഴ്സ് ആയത് എപ്പോഴാണ്? 15th മെയ് 1969 അല്ലേ. 15th മെയ്. 3 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ. ആക്ട് എത്ര ഇത് വരുന്നുണ്ട്? സെക്ഷൻസ് വരുന്നുണ്ട്. 110 സെക്ഷൻസ് വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ആക്ട് നമ്പർ 21 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് KCS Actലെ 3 ഷെഡ്യൂളുകളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഷെഡ്യൂളുകൾ ഏതൊക്കെയാണ്? ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 1 പറയുന്നത് ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ വിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഷാൽ ബി മെയ്ഡ് ഫ്രം ദ ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ PSC. PSC എന്നുള്ള ലിസ്റ്റില്ലേ, ആ പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. അതാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ 1 പറയുന്നത്. സെക്ഷൻ 83A ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഇനി ഷെഡ്യൂൾ 2 എന്താ പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്ന ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 2 ECCയിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ക്ലാസ്സൊക്കെ കാണാത്തവർ കയറി കാണുക. അതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത്രയാണ് 7 പ്രിൻസിപ്പിൾസ് വരുന്നത് അല്ലേ. അപ്പം ഇത് ഓർത്തിരിക്കുക. ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു. VDMA ECC അതൊക്കെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കയറി കാണാം. ഇനി അടുത്ത ഷെഡ്യൂൾ 3 ലിമിറ്റേഷൻ പീരിയഡിനെ കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 3 അതിൻ്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 69 സബ്സെക്ഷൻ 4 കേട്ടോ വരുന്നത്. സെക്ഷൻ 69 സബ്സെക്ഷൻ 4. അപ്പം പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് മോണിറ്ററി ഡിസ്പ്യൂട്ട് 3 years ആണ്. 3 വർഷത്തേക്കാണ് ലിമിറ്റേഷൻ പീരിയഡ് വരുന്നത് കേട്ടോ. സെക്ഷൻ 69(4) ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം 3 ഷെഡ്യൂളുകൾ പഠിച്ചോ. ഇത് ഈ ഷെഡ്യൂൾ 1ഉം 2 ഒക്കെ എന്താണെന്ന് ഓർത്തിരിക്കാൻ. ചിലപ്പോൾ എന്താണ് അതിൽ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ വരാം. അപ്പം നമുക്കിത് ഓർത്തിരിക്കാം. ഷെഡ്യൂൾ 1 LPL എന്ന് പഠിക്കാം. ലിസ്റ്റ് എന്നുള്ളതിൻ്റെ
ഷെഡ്യൂൾ 1ന്റെ ലിസ്റ്റിനെ ഉദ്ദേശിച്ച് L കൊടുക്കാം. ഷെഡ്യൂൾ 2ല് പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്, അപ്പോൾ P കൊടുക്കുക, LP. അതേപോലെ തന്നെ ഷെഡ്യൂൾ 3ല് ലിമിറ്റേഷൻ പീരിയഡിനെ കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ L കൊടുക്കുക. LPL ആണ് ഷെഡ്യൂൾസിൽ പറയുന്നതെന്ന് ഓർക്കുക. LPL എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഒന്നാമത്തെ ഷെഡ്യൂൾ 1ല്. ഷെഡ്യൂൾ 2ല് P ആണ് പറയുന്നത്, അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഷെഡ്യൂൾ 3ലും L തന്നെയാണ്, അത് ലിമിറ്റേഷൻ പീരിയഡ് ആണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്ത പറയുന്നത് അമെൻമെന്റിനെ കുറിച്ചാണ് കേട്ടോ. KCS അമെൻമെന്റ് ആക്ട് 2023. അപ്പം നമ്മൾ KCS ആക്ട് 1969 ഏത് പേരിൽ അറിയപ്പെട്ട ആക്ട് 21 ആയിരുന്നു. ഇവിടെ ആക്ട് 9 ഓഫ് 2024 എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ബിൽ പാസ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ബില്ല് എന്ത് ചെയ്തു? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ് ചെയ്തു. റിസീവ്ഡ് ദ അസെന്റ് ഓഫ് ദ ഗവർണർ. ഗവർണറിന്റെ അനുമതിയും കിട്ടി. എന്ന് 26/4/2024. ഓർത്തിരിക്കുക, ഏപ്രിൽ 26, 2024 അസെന്റ് കിട്ടിയത് കേട്ടോ. അമെൻമെന്റിനുള്ള അസെന്റ് കിട്ടിയത്. KCS അമെൻമെന്റ് ആക്ട് എനാക്റ്റഡ് ഓൺ 7/6/2024. 7/6 എന്ത് ചെയ്തത്? അമെൻമെന്റ് എനാക്ട് ചെയ്തത് 7/6/2024. മറക്കരുത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ 74th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലാണ് ഇത് എനാക്ട് ചെയ്തത്. 74th ഇയർ നമ്മൾ പഠിച്ചു. KCS ആക്ട് 1969 ഏത് റിപ്പബ്ലിക്കിലായിരുന്നു എനാക്ട് ചെയ്തത്? 19th ഇയർ അല്ലേ. ഇവിടെ 74th ഇയറിലാണ് എന്ത് ചെയ്യുന്നത്? എനാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 26/4/2024 ഗവർണറിന്റെ അസെന്റ് കിട്ടി. അതേപോലെ തന്നെ 7/6/2024 KCS അമെൻമെന്റ് ആക്ട് എനാക്ട് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് KCS റൂൾസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. KCS ആക്ട് നമ്മൾ ഏകദേശം നോക്കി. KCS റൂൾ കെയിം ഇൻ ടു ഫോഴ്സ് 14/7/1969. കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ്? ജൂലൈ 14, 1969 KCS റൂള് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് അല്ലേ. KCS ആക്ട് ഏതായിരുന്നു ഇയർ കെയിം ഇൻ ടു ഫോഴ്സ്? 15/5/1969. അത് എന്ത് ചെയ്ത്? ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത എന്നായിരുന്നു? 12/5/1969 അല്ലെ. 3 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ. അതേപോലെ തന്നെ 180 മുതൽ 200 റൂള് വരെ വന്ന വർഷം 1974 കേട്ടോ. 1974 180 മുതൽ 200 വരെയുള്ള റൂള് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. 201ാമത്തെ റൂള് ഫോഴ്സ് വന്നത് 1988 കേട്ടോ. 1988. റൂൾസ് ആർ പാസ്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? റൂൾസ് പാസ് ചെയ്യുന്നത് അല്ലേ. ഇനി ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾസ്. റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? ഗവൺമെന്റിനാണ് കേട്ടോ. ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾസ് ആസ് പെർ സെക്ഷൻ 109 ഓഫ് KCS ആക്ട്. KCS ആക്ടിന്റെ 109 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾസ്. ഇനി ടോട്ടല് 201 റൂൾസ് ഉണ്ട് കേട്ടോ. അതേപോലെ ചാപ്റ്റേഴ്സ്, റൂളിൽ 15 ചാപ്റ്റേഴ്സും ആക്ടിൽ 16 ചാപ്റ്റേഴ്സും. ആക്ട് നമ്മൾ നേരത്തെ പഠിച്ചു, 16 ചാപ്റ്ററുകളാണ് ആക്ടിലുള്ളത്. KCS റൂളിൽ 15 ചാപ്റ്ററുകളാണുള്ളത് കേട്ടോ. ഇനി വേരിയസ് ഫോംസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ റൂൾസ്. റൂൾസിൽ വേരിയസ് ഫോംസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കും കേട്ടോ. ഇനി അടുത്ത് 3 അപ്പൻഡിക്സുകളാണ് എന്തിലുള്ളത്? റൂൾസിലുള്ളത്. നമ്മൾ പഠിച്ചു 3 ഷെഡ്യൂളുകൾ എന്തിലുണ്ട്? KCS ആക്ടിലുണ്ട് അല്ലേ. അതേപോലെ തന്നെ KCS റൂളിൽ 3 അപ്പൻഡിക്സുകളാണുള്ളത്. അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3. അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ CCU ആൻഡ് SCU. CCUവും SCUവും എന്ന് പറഞ്ഞാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ 12 രജിസ്റ്റേഴ്സും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ 16 രജിസ്റ്റേഴ്സും ആണുള്ളത്. ഓക്കെ, മറന്നു പോരുതേ. അതേപോലെ അപ്പൻഡിക്സ് 2 പറയുന്നത് വേരിയസ് ഫോംസ്. ടോട്ടൽ 39 ഫോംസ് ആണുള്ളത് കേട്ടോ. 39 ഫോംസ്. വേരിയസ് ഫോംസിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. രജിസ്റ്റേഴ്സ് ആണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. ഇനി അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസിനെ കുറിച്ചും അതിൻ്റെ സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ചുമാണ് അപ്പൻഡിക്സ് 3 പറയുന്നത് കേട്ടോ.
അപ്പോൾ ഒന്നുകൂടെ പറയാം, അപ്പൻഡിക്സ് 1 രജിസ്റ്റേഴ്സ്. അപ്പം RFC എന്ന് പഠിക്കുക കേട്ടോ. RFC എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക. RFC എന്ന് പറഞ്ഞാൽ 6 രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ CCU ആൻഡ് SCU. CCUവിൽ 12 രജിസ്റ്റേഴ്സും SCUവിൽ 16 രജിസ്റ്റേഴ്സും ആണുള്ളത്. അപ്പൻഡിക്സ് 2 എന്ന് പറയുന്ന വേരിയസ് ഫോംസിനെ കുറിച്ചാണ്. 39 ഫോംസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഇനി അപ്പൻഡിക്സ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. കുറച്ച് GK നോളജാണ് കേട്ടോ, കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ്റെ മിനിസ്റ്റർ ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയാണത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി കോർപ്പറേഷൻ മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് എനാക്ട്മെന്റ് ഓഫ് KCS ആക്ട്. KCS ആക്ട് വരുന്ന ടൈമിൽ കോർപ്പറേഷൻ മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. PR കുറുപ്പാണ് അന്നത്തെ കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിരുന്നത് കേട്ടോ. ഫസ്റ്റ് വുമൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ ഫസ്റ്റ് വുമൻ, സ്ത്രീ ആരായിരുന്നു മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. M കമലമാണ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് RCS ഓഫ് കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ രജിസ്ട്രാർ ആരാണെന്നാണ് ചോദിക്കുന്നത്. P ശിവരാമനാണത് കേട്ടോ, P ശിവരാമൻ. ഇനി ഫസ്റ്റ് DCA ഓഫ് കേരള. രാജു IAS ആട്ടോ, KG രാജു IAS. KG രാജു IAS ആണ് DCA. RCS എന്ന് പറയുന്നത് P ശിവരാമൻ. M കമലം വുമൻ മിനിസ്റ്റർ ആണ്. PR കുറുപ്പാണ് KCS ആക്ട് വന്ന ടൈമിലുള്ള കോർപ്പറേഷൻ മിനിസ്റ്റർ. ഫസ്റ്റ് കോർപ്പറേഷൻ മിനിസ്റ്റർ ആയിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ കുറച്ച് ഇപ്പോൾ ആഡ് ചെയ്തുള്ളൂ, നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. ഇനി KCS ആക്ടിൻ്റെ പ്രിയാമ്പിളാണ് പറയുന്നത്. പ്രിയാമ്പിൾ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കുക. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആക്റ്റും റൂളൊക്കെ എടുക്കുന്നതിന് മുന്നേ ഉള്ളൊരു ഇൻട്രൊഡക്ഷൻ. An act to consolidate, amend and unify the laws relating to cooperative societies in the state of Kerala. കേരളത്തിലെ എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീനെ എന്ത് ചെയ്യാൻ? അമെൻഡ് ചെയ്യാനും യൂണിഫൈ ചെയ്യാനും കൺസോളിഡേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ആക്റ്റാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി പ്രിയാമ്പിൾ നോക്കാം. Whereas with a view to provide for the orderly development of the cooperative sector. കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഓർഡർലി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് sector in the state, it is essential to organize the cooperative societies in accordance with the cooperative principles. Cooperative societies എന്ത് ചെയ്യുക? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആസ് സെൽഫ് ഗവേണിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് to achieve the objects of equity, social justice and economic development as envisaged in the directive principles of state policy of the Constitution of India. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത്? ഗവേണിംഗ് സെൽഫ് ഗവേണിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസിൽ വരേണ്ടതെന്നാണ് പറയുന്നത്. ഇനി ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഈ പ്രിയാമ്പിളിൽ പറയാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ പറ്റും. ഏതൊരു തവണ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തത് കേട്ടോ. ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് കെയർ, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, മാനേജ്മെൻറ്റ് എക്സലൻസ് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. എന്തിനു വേണ്ടിയൊക്കെയാണ്, എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണിത്? സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ. സയൻറ്റിഫിക് ആയിട്ടുള്ളതും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടും, മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടിയിട്ടും, മാനേജ്മെൻറ്റ് എക്സലൻസിന് വേണ്ടിയിട്ടും ഒക്കെയാണ് എന്ത് വന്നത്? കോപ്പറേറ്റീവ് സെക്ടർ ഈ ആക്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ടു കൺസോളിഡേറ്റ് ആൻഡ് യൂണിഫൈ ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ ഈ യെല്ലോ കളറിൽ കൊടുത്തത്, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ച് പോവുക. ചിലപ്പോൾ എന്താ ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് അറിയില്ല. അപ്പം ഇനി അടുത്ത് എന്താ നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ഇത്രയും നേരം പഠിച്ച ആക്ട്, റൂള് എന്തൊക്കെയാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഓർക്കുക. 110 സെക്ഷൻസും 201 റൂൾസും ആണുള്ളത്. അത് എപ്പം പബ്ലിഷ് ചെയ്തു, ഒഫീഷ്യൽ ഗസറ്റിൽ വന്നു,
എത്ര ഷെഡ്യൂളുകളുണ്ട്, എത്ര അപ്പൻഡിക്സുകളുണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലോണം പഠിക്കുക കേട്ടോ.